അപ്പോൾ നമുക്ക് രാവിലെ പത്രത്തിലേക്ക് കടന്നാൽ ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ജൂൺ മാസം 25 അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ, അരനൂറ്റാണ്ടാണ്. മലയാള മനോരമയിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ സമാധാനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. തൽക്കാലം സമാധാനം എന്ന തലക്കെട്ടിലാണ് മനോരമ അത് കൈകാര്യം ചെയ്തത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ്. ഇസ്രയേൽ ഇറാൻ പ്രഖ്യാപന ശേഷമുള്ള ആക്രമണങ്ങളിൽ പക്ഷേ 13 മരണമുണ്ടായി. ഇസ്രയേലിനെ വിമർശിച്ചിരിക്കുന്നു ട്രംപ്. ഗൾഫ് വിമാന സർവീസ് പൂർവ്വസ്ഥിതിയിലേക്ക്. ഇന്നലെ അർദ്ധരാത്രി മുതൽ എയർ ഇന്ത്യയും സർവീസ് പുനരാരംഭിച്ചു എന്നതാണ് വാർത്ത. മധ്യപൂർവ്വ ദേശത്ത് ആശ്വാസം പകർന്ന് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിലായി. 12 ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ഒരു കാര്യമേ ഞാനത് ആലോചിക്കുന്നതല്ല, ട്രംപ് തന്നെ പല കാര്യം പല രീതിയിൽ പറയുന്നുണ്ട് അല്ലെ. പുള്ളിക്ക് തന്നെ ഒരു നിലപാടില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രംപ് പറഞ്ഞൊരു വാചകം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ധാരണ ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇറങ്ങി ബോംബിടൽ തുടങ്ങി. ഇത്രമാത്രം കനത്ത ബോംബിംഗ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഇസ്രായേലിനെ അടക്കി നിർത്തേണ്ടി വന്നു. വളരെ കാലമായി രൂക്ഷമായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. വെടിനിർത്തലിന് ശേഷം ആക്രമണം ഉണ്ടായ സമയത്ത് 2 രാജ്യങ്ങളുടെ പ്രതിനിധികളെ തെറിയും പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ ട്രംപാണ് 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബെസ്റ്റ് ബോംബറുമായിട്ട് എന്നിട്ടാണ് പറയുന്നത് അല്ലെ. പക്ഷേ എങ്കിലും ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു ട്രംപാ അല്ലേ. മാതൃഭൂമി ആ വാർത്ത തന്നെയാണ് ലീഡ്. ട്രംപ് പറഞ്ഞു വെടിനിർത്തി. ഇസ്രയേലിനും ഇറാനും ട്രംപിന്റെ ശകാരവും ചീത്തവിളിയും. അടിച്ചേൽപ്പിച്ച യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ എന്നും പറയുന്നുണ്ട്. സ്വാഗതം ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. 12 ദിവസത്തെ യുദ്ധമേ ഉണ്ടായുള്ളൂ എങ്കിലും ആ 12 ദിവസത്തിനുള്ളിൽ 1002 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇറാനിൽ മാത്രം 974 പേര്, ഇസ്രയേലിൽ 28 പേര്. ആ ആഘാതം എത്രയുണ്ട് എന്ന് അറിയാമല്ലോ. ഇനി അത് മുന്നോട്ട് പോയാൽ അത് എങ്ങനെയാണോ പലസ്തീനിൽ നമ്മൾ കണ്ടത് സമാനമായ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. 12 ദിവസം കൊണ്ട് 1002 പേര്. ആ മരണക്കണക്ക് പോലും അത്ര വലിയ ചർച്ചയിൽ വന്നില്ല എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം. ഈ ദേശാഭിമാനിയിൽ 2 മുൻ പേജുകളുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മാത്രമായി മാറ്റിവെച്ച സ്പെഷ്യൽ പേജാണ്. പൊരുതാം ഇന്ത്യക്കായി എന്നാണ് ആ പേജിലെ തലക്കെട്ട്. മാത്രമല്ല പണ്ടത്തെ വാർത്താ ക്ലിപ്പിങ്ങുകൾ ഒരുപാട് വെച്ച് വളരെ നന്നായി കമ്പയർ ചെയ്തിട്ടുള്ള നല്ലൊരു അരനൂറ്റാണ്ട് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ജനാധിപത്യത്തിന്റെ മേൽ കരിനിഴൽ പരത്തിയ കാലമായിരുന്നു. മനോരമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടി എന്ന വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. വലിയ വർധനയല്ല. സീസൺ ടിക്കറ്റ് സബർബൻ യാത്രകൾക്ക് വർധനയില്ല. ജൂലൈ 1 മുതൽ ട്രെയിൻ യാത്രാ നിരക്ക് കൂടും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് 1 പൈസ വീതവും AC ക്ലാസുകളിൽ 2 പൈസ വീതവുമാണ് കൂട്ടുന്നത്. സബർബൻ ട്രെയിനുകളിലും സീസൺ ടിക്കറ്റിനും നിരക്ക് വർധനയില്ല. ഓർഡിനറി സെക്കൻഡ് ക്ലാസ്സിൽ 500 കിലോമീറ്റർ വരെയും നിരക്ക് കൂടില്ല. 500 കിലോമീറ്റർ മുകളിലാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ചെറിയൊരു വർധനവ് റെയിൽവേ യാത്രക്കാർക്ക് ഉണ്ടാവും, ചെറിയൊരു ഭാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതേസമയം പുതിയ ബസ്സുകൾ നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങാൻ പോവുകയാണ്. ഡൽഹിയിൽ ആണ് 2 മിനിറ്റിനുള്ളിൽ ചാർജായി 40 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ഫ്ലാഷ് ചാർജിംഗ് ബസ് ഗതാഗത മന്ത്രാലയം പരീക്ഷിക്കാനൊരുങ്ങുകയാണ്. ടാറ്റ മോട്ടോഴ്സും EV സ്റ്റാർട്ടപ്പായ EK മൊബിലിറ്റിയും ചേർന്ന് വികസിപ്പിച്ച ബസ്സുകൾ ഡൽഹി, ജയ്പൂർ, ബംഗളൂരു, ചെന്നൈ റൂട്ടുകളിൽ അടുത്ത മാസം മുതൽ പരീക്ഷണ ലിസനത്തിലൂടെ തുടങ്ങും. താമസിയാതെ നമ്മുടെ നാട്ടിലും വരും. നല്ല കാര്യം. പിന്നെ ദേശാഭിമാനിയിൽ വെടിനിർത്തൽ തന്നെയാണ് മെയിൻ ഡേറ്റ്. 2ാമത്തെ ഫ്രണ്ട് പേജിലേക്ക് വന്നാൽ ദേശാഭിമാനി തന്നെയാണ്. മാത്രമല്ല അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണമുണ്ട് CPIM-ന്റെ. ഇപ്പോൾ BJP ഇന്ന് സംവിധാൻ ഹത്യാ ദിവസമാണ്. ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലം ഏർപ്പാടാക്കി, അറിയാലോ. ഓക്കെ. ഈ മനോരമയിൽ ഒരു ദിനചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു ശേഷം മുഖ്യമന്ത്രിയും വിജയത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരുവനന്തപുരത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെ മലയാള പരിഭാഷ പുറത്തിറക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന ഒരു ചിത്രമാണ്. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ്. തൊട്ടുപിന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സീസ് ഫയർ ഈസ് ഇൻ ഇഫാക്ട് സീസ് ട്രംപ് എന്ന വാർത്തയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ദ ഹിന്ദു ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. റെയിൽവേ കൺസിഡേഴ്സ് എ മാർജിനൽ ഹൈക്ക് ഇൻ ഫെയർസ് ഫ്രം ജൂലൈ 1 എന്ന വാർത്ത കൂടി ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജുകളിലൊക്കെ അടിയന്തരാവസ്ഥയുടെ വാർഷികമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ ആർക്കൈവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പേജുകൾ
പേജുകളായിരിക്കും ഒരുപാട് ഇന്ന് പത്രങ്ങളിൽ. സംഭവങ്ങൾ അല്ലേ? ഒരുപക്ഷെ അതൊരു ഒരു ഡോക്യുമെന്ററി ആയിട്ട് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. 50 വർഷത്തിന്റെ ചരിത്രം. നമ്മൾ ഒരുപാട് ചരിത്രം വായിച്ചത് എങ്ങനെയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതിന് ഒപ്പിട്ട് കൊടുക്കുന്നത്, അതിനെങ്ങനെയാണ് കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. ബാത്ത് ടബിൽ കിടന്ന് വരയ്ക്കുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ചിത്രം വരയ്ക്കുന്നുണ്ട്. മാതൃഭൂമി കൊടുത്ത ഒരു പഴയ ചിത്രേ അടിയന്തരാവസ്ഥ കാലത്ത് ചങ്ങലയിൽ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ്. മാത്രമല്ല അന്ന് VS അച്യുതാനന്ദനും പിണറായി വിജയൻ അടക്കമുള്ളവരും എനിക്കൊന്നും കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും അന്നുള്ളിലായിരുന്നു. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് RSSുമായിട്ട് ആ സാഹചര്യത്തിൽ സഹകരിച്ചു. പക്ഷേ അതിനെ പിന്നീട് തെറ്റായ ഒരു വ്യാഖ്യാനം നടത്തി എന്നതാണ് CPMന്റെ വിശദീകരണം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഇറാനിൽ വിജയാഘാതം, സമാധാന വഴിയിൽ എന്നാണ് ചന്ദ്രിക പത്രത്തിന് തലക്കെട്ട്. വെടിനിർത്തൽ ലംഘിച്ചതിന് ഇസ്രായേലിന് ട്രംപിന്റെ ശാസന. മാത്രമല്ല ബീർബഷയിൽ അവസാനം നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യം കൂടി ചന്ദ്രിക പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് നിൽക്കുന്ന വാർത്തകൾ. ഇതിൽ ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര ഇന്ന് എന്ന വാർത്ത കൂടി മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. 7 തവണയോ മറ്റോ മാറ്റിവെച്ച യാത്രയാണ് അല്ലേ? തുടർച്ചയായിട്ട് ഇങ്ങനെ മാറ്റിവെച്ചിരുന്നു. ഇന്നിപ്പോൾ 12 മണിക്ക് 12:01 ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര നടക്കും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം ഇന്ന് വിക്ഷേപിക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ പങ്കെടുക്കുന്ന ദൗത്യം ഫ്ലോറിഡയിൽ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 പുറപ്പെടും. നമ്മൾ ഈ നാസയിലെ കെന്നഡി സെന്റർ പോയി കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ 2019 അവിടെ സന്ദർശനം നടത്തിയിരുന്നു. നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി പോയതാണ്. അപ്പോൾ അന്ന് അവിടുത്തെ ആ സംവിധാനങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നാസയ്ക്ക് മാത്രം സാധ്യമാവൂ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇന്ത്യയെ സാധിച്ചിട്ടുണ്ട്, ഇനി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്നിപ്പോൾ എന്തെങ്കിലും വാർത്തകൾ ദേശാഭിമാനിയിൽ അവസ്ഥയായിരിക്കാനാണ് സാധ്യത. സെന്റർ സ്പ്രെഡാണ്. കരിനിഴൽ കാലം, ജനാധിപത്യം തടവിൽ എന്ന തലക്കെട്ടുകളിൽ അനുഭവങ്ങൾ ഊർജ്ജ സ്രോതസ് പിണറായിയുടെ ലേഖനമുണ്ട്. ജനാധിപത്യം തടവിൽ എന്ന MA ബേബിയുടെ ലേഖനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അബു എബ്രഹാം വരച്ച കാർട്ടൂൺ, അതായത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ട്രംപിൽ കിടന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. അത് അബു എബ്രഹാം വായിക്കുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവുകൾ വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രസിഡന്റിന്റെ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാജന്റെ അറസ്റ്റ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. പൊരുതി നിന്ന സമരവീര്യം, തീപിടിച്ച കാലത്തിന്റെ നോട്ട് പുസ്തകം എന്നിങ്ങനെ വിവിധ തലക്കെട്ടുകളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള സമഗ്രമായ വിശദീകരണം ദേശാഭിമാനിയും മാതൃഭൂമിയും അവരുടെ സെന്റർ പേജുകളിൽ നൽകുന്നുണ്ട്. മനോരമയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് എഡിറ്റോറിയലുമുണ്ട്. ആവർത്തിക്കരുതാത്ത ജനാധിപത്യ ധ്വംസനം എന്ന പേരിലാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത് എഡിറ്റോറിയൽ. അങ്ങനെ അടിയന്തരാവസ്ഥയാണ് പത്രങ്ങളിൽ പ്രധാനമായിട്ടും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നല്ല ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി അപ്പോൾ നമ്മൾ കൈ ഏറ്റുവാങ്ങിയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുന്ദരമായൊരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ കരിനിഴൽ പരത്തിയ ഓർമ്മകളിൽ നമ്മൾ ഒരു തിളക്കമാർന്ന പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. താങ്ക് യു.